സൈബർ തട്ടിപ്പുകളുടെ ഇരയായി ജനങ്ങൾ വലയുന്ന ഈ സാഹചര്യത്തിൽ സൈബർ ക്രൈം തടയുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സംവിധാനം വരുന്നു. ഐഡിയ നമ്മുടെ കേരള പോലീസിൻ്റെതാണ്. തട്ടിപ്പുകാരുടെ ഫോൺ അക്കൗണ്ട് നമ്പർ വിവരങ്ങൾ ബാങ്കുകൾക്ക് കൈമാറി പണമിടപാട് തത്സമയം തടയുന്ന ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സംവിധാനം നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സംവിധാനം കേന്ദ്രം നടപ്പാക്കുന്നത് കേരള പോലീസിൻ്റെ നിർദ്ദേശം പരിഗണിച്ചാണ്. സൈബർ തട്ടിപ്പുകൾ തടയിടാൻ ഇസ്രയേൽ വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതി ഒരു വർഷം മുൻപ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് മുന്നോട്ട് വെച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് അക്കൗണ്ടുകൾക്കും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾക്കും വിശ്വാസ സ്കോർ നൽകുന്നത്. ഇടപാടുകൾക്ക് മുതിരുമ്പോൾ തത്സമയം അക്കൗണ്ടുകളുടെ വിശ്വാസ്യത നമുക്ക് അറിയുവാനാകും. വർഷങ്ങളായി ഉപയോഗിക്കുന്നതും കൃത്യമായ ഇടപാടുകൾ നടക്കുന്നതുമായ അക്കൗണ്ടുകൾക്ക് നല്ല സ്കോർ ഉണ്ടാകും. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾക്ക് സ്കോർ കുറവായിരിക്കും. പരാതികൾ വരുന്നതനുസരിച്ച് ഇവ ചുവപ്പ് വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരമൊരു അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ ശ്രമിക്കുമ്പോൾ ഉപഭോക്താവിന് മുന്നറിയിപ്പും ലഭിക്കും. എന്നിട്ടും പണമിടപാട് നടത്തുകയാണെങ്കിൽ ഈ ഇടപാട് വേഗത്തിൽ കണ്ടെത്തി റദ്ദാക്കാൻ പാകത്തിൽ ഫ്ലാഗ് ചെയ്യും. പരാതി ഉയർന്നാൽ ഓൺലൈൻ പണമിടപാടുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ റദ്ദാക്കുവാനുമാകും. ഈ സംവിധാനം നടപ്പാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശവും നൽകിയിരുന്നു. ഒറ്റത്തവണ പാസ്വേഡ് കൈവശപ്പെടുത്തി പണം കവരുന്നത് തടയുന്നതിനുള്ള നിർദ്ദേശവും കേരള പോലീസ് സമർപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് നിന്ന് 2024 മാത്രം 763 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിൽ നഷ്ടമായത്. 107 കോടി മാത്രമാണ് തിരിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതും.